കുടുംബമായി കഴിയുമ്പോൾ ഭാര്യമാരോടുള്ള കടമകളെക്കുറിച്ച് കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ മനസ്സിലാക്കി. രണ്ടു പേരും പരസ്പരം അവരവരുടെ കടമകൾ അത് പാലിക്കാൻ ശ്രമിച്ചാൽ കുടുംബം മനോഹരമാകും. എന്നാൽ പലപ്പോഴും ഭാര്യമാര് ആലോചിക്കുന്നത് ഭർത്താവിനെ എങ്ങനെ ഒരു നല്ല ഭർത്താവാക്കാം എന്നതാണ്. ഭർത്താവ് ആഗ്രഹിക്കുന്നത് എങ്ങനെ ഭാര്യയെ നല്ലൊരു ഭാര്യയാക്കാം. ഇത് ഈ ക്ലാസ് ഭാര്യ കേട്ടിരുന്നെങ്കിൽ ഇത് ഭാര്യ കേൾക്കണം, അവളെ കേൾപ്പിക്കണം. ഇത് മൂപ്പരെ കേൾപ്പിക്കണം, ഭർത്താവ് കേൾക്കണം. അതിനപ്പുറത്ത് എനിക്ക് നല്ല ഒരു ഭർത്താവാകണം, എനിക്ക് നല്ല ഒരു ഭാര്യയാകണം. അങ്ങനെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ സൗന്ദര്യം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഭർത്താവിനോട് ഭാര്യക്ക് കടമകളുണ്ട്. വലിർരിജാലി അലൈഹിന്ന ദറജത്തുൻ വല്ലാഹു അസീസുൻ ഹക്കീം. പുരുഷന്മാർക്ക് ഒരു പദവി അത് അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ ഒരു പദവി കുടുംബജീവിതത്തിൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് നൽകാൻ കഴിയണം. ഭർത്താവിനെ അനുസരിക്കുക, അവർക്ക് നന്മകൾ ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നസ്രുദ്ദീൻ അൽബാനി റഹ്മഹുല്ലയോട് ഒരു സ്ത്രീ അവർ ചോദിച്ചൊരു ചോദ്യം, വിവാഹത്തിന് മുമ്പ് ഞാൻ സുന്നത്ത് നമസ്കാരങ്ങൾ ധാരാളമായി നിർവഹിച്ചിരുന്നു, ധാരാളമായി സുന്നത്ത് നോമ്പ് ഞാൻ അനുഷ്ഠിച്ചിരുന്നു, ധാരാളമായി ഖുർആൻ പാരായണം ഞാൻ നിർവഹിച്ചിരുന്നു. എന്നാൽ മുമ്പുള്ള ആരാധനകളിലുള്ള ഒരു ആസ്വാദനം അതെനിക്കിപ്പോൾ ലഭിക്കുന്നില്ല, കല്യാണത്തിന് ശേഷം എനിക്ക് ലഭിക്കുന്നില്ല. അദ്ദേഹം തിരിച്ചു ചോദിച്ചത്, നിങ്ങളുടെ ഭർത്താവുമായിട്ടുള്ള പെരുമാറ്റം എങ്ങനെയാണ്? ഭർത്താവുമായുള്ള കടമകൾ അത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അപ്പൊ പെണ്ണ് തിരിച്ചു ചോദിച്ചു, ഞാൻ പറയുന്നത് എൻ്റെ ആരാധനകളുടെ ആസ്വാദനങ്ങളെ പറ്റിയാണ്, നിങ്ങൾ ചോദിക്കുന്നത് ഭർത്താവിനെ പറ്റിയാണ്. അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു, ഭർത്താവിനോടുള്ള ബാധ്യത നിറവേറ്റുന്നത് വരെ ഈമാനിന്റെ ഹലാവത്ത്, ഈമാനിന്റെ മധുരം അത് ആസ്വദിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉണർത്തി ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദമായി അത് നമ്മൾ പറയും. അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഭർത്താവിനെ അനുസരിക്കുക, ഭർത്താവിന് നന്മകൾ ചെയ്യുക എന്നത് ദീനാണ്, പുണ്യം ലഭിക്കുന്ന വിഷയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു അവരെ അനുസരിക്കണമെന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി, ഫസ്സാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. സദ്വൃദ്ധരായ സ്ത്രീകളെന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവരാണ് അവർ, ഭർത്താവിനെ അനുസരിക്കുന്നവരാണ് അവർ. അതുപോലെ തന്നെ സൂക്ഷിക്കേണ്ടതെല്ലാം, സംരക്ഷിക്കേണ്ടതെല്ലാം അവർ കാത്തു സൂക്ഷിക്കും, ചാരിത്രം കാത്തു സൂക്ഷിക്കുന്ന പതിവ്രതകളായിരിക്കും അവർ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭർത്താവിനെ അനുസരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾ രണ്ടും ഒന്നല്ലേ, മൂപ്പര് പറയുന്നത് അനുസരിക്കാൻ ഞാനാരാ എന്നതല്ല, ആ അനുസരണ ദീനാണ്. ആ ഭർത്താവ് പറയുന്നത് കേൾക്കുന്നത് ദീനാണ്, അത് പുണ്യം ലഭിക്കുന്ന വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, അയ്യുൻ നിസാഇ ഖൈർ, അല്ലാഹുവിന്റെ റസൂലേ ഏറ്റവും നല്ല സ്ത്രീ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഒരു നല്ല സ്ത്രീയുടെ, നല്ല ഭാര്യയുടെ ഗുണങ്ങൾ. തസുറുഹു ഇദാ നദറ, നീ നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് സന്തോഷം പകരുന്നവളാണ്. കണ്ടുകഴിഞ്ഞാൽ സന്തോഷമുണ്ടാകും. നോക്കിക്കഴിഞ്ഞാൽ ഭർത്താവിന്റെ മനസ്സിൽ സന്തോഷം നൽകുന്ന പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ്. അതാണ് ആദ്യത്തെ വഹി ലഭിച്ച് പേടിച്ചപ്പോൾ
മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരുണ്ട്. പക്ഷേ ഒരു പ്രതിസന്ധി അനുഭവിച്ചപ്പോ, ഒരു പ്രയാസം അനുഭവിച്ചപ്പോ ആദ്യമായി ഓടിയെത്തുന്നത് ഖദീജ റളിയല്ലാഹു തആലയുടെ അരികിലേക്കാണ്. സമ്മിലൂനി യ ഖദീജ, ദസ്തിറൂനി യ ഖദീജ, സുബ്ബു അലയ്യ മാഅൻ ബാരിദ. ഖദീജ, ഒന്ന് പുതപ്പിക്കണേ എന്ന് പറഞ്ഞ് ഖദീജ റളിയല്ലാഹു തആലയുടെ അരികിലേക്കാണ് ഓടിയെത്തുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൗന്ദര്യമെന്ന് പറഞ്ഞാൽ, കുടുംബജീവിതത്തിലെ സൗന്ദര്യമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സന്തോഷം പകരുന്നത് എന്ന് പറഞ്ഞാൽ അത് സൗന്ദര്യമല്ല. സൗന്ദര്യം കൊണ്ടല്ല ഒരു ഭർത്താവിന്റെ മുഖത്ത് സന്തോഷമുണ്ടാവുക. നിങ്ങളുടെ ആഭരണങ്ങളോ അണിഞ്ഞൊരുങ്ങലോ ഇതൊന്നുമല്ല. അതിൻ്റെ അപ്പുറത്ത് ദീനാണ് ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം പകരുന്ന കാര്യം. അതുപോലെ തന്നെ ഒരിക്കലും അവർ കുത്തുവാക്കുകൾ അവർ പറയുകയില്ല. പ്രയാസപ്പെടുത്തുന്ന വാക്കുകൾ മതബോധമുള്ള ഒരു പെണ്ണിന്റെ നാവിൽ നിന്നുണ്ടാവുകയില്ല. പല വീട്ടിലുമുള്ള കേൾക്കുന്നത്, നിങ്ങൾക്ക് നല്ല സുഖാണല്ലോ, രാവിലെ പോയാൽ മതി, വൈകുന്നേരം വന്നാൽ മതി, ഇവിടുത്തെ കാര്യമൊന്നും അറിയണ്ടല്ലോ, നിങ്ങൾക്ക് നല്ല സുഖാണ്, AC റൂമിൽ ഇരുന്നാൽ മതിയല്ലോ, നിങ്ങൾക്ക് നല്ല സുഖാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ സുഖം? ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുക എന്നത് അതൊരു പക്ഷേ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വേദനയാണ്. അത് അനുഭവിക്കുന്നവരാണ് 80% അല്ലെങ്കിൽ അതിലധികം വരുന്ന പുരുഷന്മാർ, ഉപ്പമാർ, ഭർത്താക്കന്മാർ. എങ്ങനെയാണ് കുടുംബം കൂട്ടിമുട്ടിക്കുക എന്ന് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. ആ സുഖം പലപ്പോഴും അറിയിച്ചിട്ടില്ല. നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ എന്നല്ല, ഭർത്താവ് അറിയിക്കുന്നില്ല എന്നതാണ് സത്യം. ഉപ്പമാർ അറിയിക്കുന്നില്ല എന്നതാണ് സത്യം, അവരറിയുന്നില്ല എന്നതല്ല. മാസത്തിൽ കുട്ടികളുടെ ഫീസ് അടക്കണം, കറണ്ട് ബില്ല് വരും, ഹോസ്പിറ്റൽ ചെലവുകൾ, വീട്ടിലെ ചെലവുകൾ, അങ്ങനെ എത്രയോ എത്രയോ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് കുടുംബത്തിലെ ഭർത്താക്കന്മാർ. അതിനിടയിൽ പലപ്പോഴും ചിരിക്കാൻ, പുറത്തേക്കൊന്ന് കുടുംബത്തെ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ തമാശകൾ പറയാൻ പലരും മറന്നുപോയിട്ടുണ്ട് ജീവിതം കൂട്ടിമുട്ടിക്കുന്ന തിരക്കുകൾക്കിടയിൽ. അതിന്റെയൊക്കെ പ്രാധാന്യം കഴിഞ്ഞ ഖുത്ബയിൽ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാനതൊന്നും വേണ്ട എന്നതല്ല പറയുന്നത്. പക്ഷെ പലപ്പോഴും ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ ഇത് മറന്നുപോകുമ്പോ കുത്തുവാക്കുകൾ കൊണ്ട് പ്രയാസപ്പെടുത്തരുത്. അതുപോലെ തന്നെ അവരുടെ ചാരിത്രം കാത്തു സൂക്ഷിക്കണം. ഫോണിലൂടെയുള്ള ഈ പ്രണയവാക്കുകൾ അത് മരണം വരെ ഈ സല്ലാപം തുടരുമെന്നാണോ കരുതുന്നത്? പല സ്ത്രീകളും അങ്ങനെയാണ് കരുതിയിട്ടുള്ളത്. ഭർത്താവ് ഈ ഓട്ടത്തിനിടയിൽ ഒരൽപ്പം നമ്മളോടൊന്ന് സ്നേഹം പ്രകടിപ്പിക്കാൻ മറന്നുപോയാൽ പിന്നെ മറ്റു കൂടുകൾ തേടിപ്പോവാൻ, മറ്റുള്ളവരുമായി പാതിരാത്രികൾ ചാറ്റ് ചെയ്യുന്നവർ, സുദീർഘമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർ, ഈ പ്രണയവും ഈ സല്ലാപവും മരണം വരെ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നതാണോ കരുതുന്നത്? നമ്മൾ അറിയാതെ ചതിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി ഒരു മനുഷ്യൻ കഷ്ടപ്പെടുമ്പോൾ, നമുക്ക് വേണ്ടി ഒരു മനുഷ്യൻ ത്യാഗങ്ങൾ സഹിക്കുമ്പോൾ, നമുക്ക് വേണ്ടി ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവരെ ചതിച്ചുകൊണ്ട് തോന്നിവാസങ്ങളിലേക്ക് പോവുക എന്നുള്ളത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. അതുപോലെ തന്നെ മതബോധമുള്ള പെണ്ണിന്റെ പ്രത്യേകത, ഖൈറായ പെണ്ണിന്റെ പ്രത്യേകത, തുതീഉഹു ഇദാ അമറ, അവനൊരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അവൾ അനുസരിക്കും. പറയണമെന്നില്ല, കണ്ടറിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 13 ദിവസക്കാലം രോഗിയായി കിടന്നു. അവസാന സമയങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തു നിന്ന് പ്രവാചകന്റെ ഇഷ്ടങ്ങൾ നമ്മുടെ ഉമ്മ വായിക്കുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല, ആ മുഖത്തു നിന്ന് വായിച്ചു. അബൂബക്കർ റളിയല്ലാഹു തആലയുടെ മകന്റെ പോക്കറ്റിലെ അറാക്കിലേക്ക് പ്രവാചകന്റെ കണ്ണൊന്നു പോയപ്പോ, ആ കണ്ണൊന്നു നീങ്ങിയപ്പോ നമ്മുടെ ഉമ്മ വായിച്ചെടുത്തു, എന്റെ പ്രവാചകൻ ഇതാ മിസ്വാക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അവസാനമായി മനോഹരമായി ഒരുക്കി കൊടുക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അറാക്ക് കടിച്ച് പദം വരുത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിസ്വാക്ക് ചെയ്തു കൊടുക്കുന്നു. തണുത്ത വെള്ളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലൂടെ തടവിക്കൊണ്ടിരിക്കുന്നു.
ആ ഒരു നോട്ടം കൊണ്ട് അവർ തിരിച്ചറിഞ്ഞു. കൽപ്പിക്കേണ്ടി വന്നിട്ടില്ല, പറയേണ്ടി വന്നിട്ടില്ല. 40 കൊല്ലം കൂടെ കഴിഞ്ഞിട്ടും ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ അറിയാത്തവരുണ്ട്. ഇത്രയും കാലമായിട്ട് എന്താണ് എന്റെ ഭർത്താവിന്റെ ഇഷ്ടം, എന്റെ ഭർത്താവിന് ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ്, ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ, ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ എങ്ങനെ സ്വീകരിക്കണം എന്നതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതറിയാത്തവരും ചോദിക്കാത്തവരുമുണ്ട്. ഒന്നിച്ചിരുന്നു കൊണ്ട് ഇഷ്ടങ്ങളെപ്പറ്റി അറിയാൻ. ശരി, ഇതാണോ നിങ്ങളുടെ ഇഷ്ടം? ഇന്നു മുതൽ ഞാൻ അങ്ങനെയാണ്. ഇങ്ങനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എങ്കിൽ ഇന്നു മുതൽ ഞാൻ അങ്ങനെയാണ്. അങ്ങനെ ഇഷ്ടങ്ങളെക്കുറിച്ച് അറിയാൻ പോലും സമയം കണ്ടെത്താതെ പലരും പോയിട്ടുണ്ട്. ഈ സ്നേഹം നേടാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖീല ലഹാ ഉദ്ഖുലിൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി. നീ സ്വർഗത്തിലെ ഏതു വാതിലാണ് ഉദ്ദേശിക്കുന്നത്, ആ സ്വർഗവാതിലിലൂടെ നീ പ്രവേശിക്കുക എന്ന് സ്വർഗലോകത്ത് വെച്ച് ആ പെണ്ണിനോട് പറയപ്പെടും. ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു പെണ്ണായാൽ, ഭർത്താവിന്റെ തൃപ്തി നേടുന്ന ഒരു പെണ്ണായാൽ, കാണുമ്പോൾ ഭർത്താവിന്റെ മുഖത്ത് സന്തോഷം വരുത്തുന്ന ഒരു പെണ്ണായി മാറിയാൽ സ്വർഗത്തിലെ ഏത് കവാടത്തിലൂടെയും അവൾക്ക് പ്രവേശിക്കാം. ഒരു കല്യാണ വീട്ടിൽ ചെറിയൊരു ടാർപ്പായി മാത്രമാണ് വലിച്ചു കെട്ടിയിട്ടുള്ളത്. ഒരു 10 കസേര ഉണ്ടാകും. ചെന്ന ഖത്തീബിനോട് അവിടെയുള്ള ഒരു 40-50 വയസ്സ് വരുന്ന ആ വലിയായി നിൽക്കുന്ന ആള് പറഞ്ഞു, ഇത് തന്നെയാണ് കല്യാണ വീട്. നിങ്ങൾ കരുതുന്നുണ്ടാകും, എന്താണ് ഇത്ര ചെറിയൊരു കല്യാണം? എൻ്റെ പെങ്ങളുടെ കല്യാണമാണ്. അവള് ഹൃദയ സംബന്ധമായ രോഗമുള്ള ഒരു സ്ത്രീയാണ്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ അല്ലെങ്കിൽ ഒരു കുടുംബജീവിതം നയിക്കാൻ അവൾക്ക് കഴിയില്ല. ഭർത്താവിന് ഇന്ന് കല്യാണം നടക്കാൻ പോകുന്ന വ്യക്തിക്ക് 60-ലധികം വയസ്സു പ്രായമുണ്ട്. എൻ്റെ സഹോദരി എന്നോട് പറഞ്ഞത്, എനിക്കൊരു കുടുംബജീവിതത്തിന്റെ സുഖങ്ങളോ അത്തരം കാര്യങ്ങളൊന്നും എനിക്കില്ല. പക്ഷേ ഭർത്താവിനെ അനുസരിക്കുന്നതിലൂടെ, ഭർത്താവിന് നന്മകൾ ചെയ്യുന്നതിലൂടെ, ഭർത്താവിന്റെ തൃപ്തി നേടിയെടുക്കുന്നതിലൂടെ അള്ളാഹു വാഗ്ദാനം ചെയ്തൊരു സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം കൊതിച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത് എന്നാണ്. എത്ര സഹോദരിമാര് ചിന്തിച്ചിട്ടുണ്ട്? നമുക്കിതൊരു ജോലിയായി, നമുക്കിതൊരു പ്രയാസമായി തോന്നുന്നുണ്ടോ? ഇത് പുണ്യം ലഭിക്കുന്ന, റബ്ബിന്റെ സ്വർഗം നേടാൻ കഴിയുന്ന ഒന്നാണെന്ന തിരിച്ചറിവുണ്ടാകണം. അവരെ നമ്മൾ അറിയണം. വലിയ ഭാരങ്ങൾ ഭർത്താക്കന്മാരുടെ തലയിൽ കയറ്റിവെക്കുന്നവരുണ്ട്. സ്വാലിഹത്തായ പെണ്ണ്, അവളെ കൊണ്ടു നടക്കാൻ, അവളെ പോറ്റാന്നുള്ളത് ഒരു പ്രയാസമുള്ള വിഷയമല്ല, എളുപ്പമാണ്. ഒരു പ്രയാസം ഉണ്ടാകൂല. എന്നാൽ പല കുടുംബങ്ങളിലും പ്രയാസങ്ങളാണ്. ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ അവരുടെ തലയിൽ കെട്ടിവെക്കുകയാണ്. എത്രയോ ഭർത്താക്കന്മാർക്ക് ആഗ്രഹമുണ്ട് പ്രവാസം നിർത്താൻ, കുടുംബത്തിന്റെ കൂടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, മക്കളുടെ കൂടെ കഴിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. 60-70 വയസ്സായി പേരക്കുട്ടികളുടെ കൂടെ തന്റെ അവസാന കാലമെങ്കിലും ഒന്ന് കഴിച്ചുകൂട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ ബാധ്യതകൾ പറഞ്ഞ് വീണ്ടും കയറ്റിയേക്കാൻ കുടുംബത്തിനു വേണ്ടി ഉരുകിത്തീരുന്ന എത്രയോ മനുഷ്യന്മാർ. അവർക്കൊരു ജീവിതമുണ്ടോ? അവർക്കൊരു സന്തോഷമുണ്ടോ? ഇവിടെ വന്നാൽ പിന്നെ ഇതിപ്പോഴുള്ള ആ പളപളപ്പുണ്ടാകില്ല, ഇപ്പോഴുള്ള രൂപത്തിൽ ബാങ്കിലേക്ക് പൈസ എത്തൂല, ഇപ്പോഴുള്ള രൂപത്തിൽ തന്റെ ഇഷ്ടത്തിന് പണം ചെലവഴിക്കാൻ കഴിയില്ല. അങ്ങനെ അവരെ പ്രവാസികളായി മരണം വരെ അവിടെ തന്നെ നിൽക്കാൻ ചില ആളുകൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചില കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഉള്ളതുകൊണ്ട് സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ പറയണം. 3 റൂമാണോ ഉള്ളത്, അത് മതി. താഴെയുള്ളവരിലേക്ക് നോക്കാൻ പറയണം. ഭർത്താവിനോട് പറയണം, എത്ര കാലമായി നിങ്ങൾ പ്രവാസിയായി കഴിയുന്നു, മതി, നമുക്കൊരു ചെറിയ വീടുണ്ടല്ലോ, ഇവിടെ ഒരു ചെറിയ ജോലി ചെയ്താലും നമുക്ക് ജീവിക്കാനുള്ളത് കിട്ടൂലേ, ഇവിടെ നിൽക്കൂ എന്ന് പറയണം. കുടുംബത്തിലേക്ക് അവരെ ചേർത്ത് നിർത്തണം. നേരെ മറിച്ച് ഇപ്പോഴും നമ്മളെ വീട് ഇത്രയേ ഉള്ളൂ, മോളെ കല്യാണമാകുമ്പോ 3 പെൺകുട്ടികളല്ലേ, 4 റൂം വേണ്ടേ എന്ന് പറഞ്ഞ് ഭാരങ്ങൾ ഇങ്ങനെ കയറ്റി വെച്ചോണ്ടേയിരിക്കാൻ താഴെയുള്ളവരിലേക്ക് നോക്കാൻ പറയണം. വീടില്ലാത്തവരില്ലേ?
വീടില്ലാത്തവരില്ലേ? വാടക കെട്ടിടങ്ങളിൽ കഴിയുന്നവരില്ലേ? അതിനും അപ്പുറത്ത് മുകളിൽ ആകാശവും താഴെ ഭൂമിയുമായി വഴിയോരങ്ങളിൽ കിടന്നുറങ്ങുന്നവരില്ലേ? അതിനും അപ്പുറത്ത് ആശുപത്രി കിടക്കയിൽ വേദന കടിച്ചമർത്തി മരുന്നു മണക്കുന്ന റൂമിൽ കഴിയുന്ന മനുഷ്യരില്ലേ? പടച്ചോൻ അതൊന്നും തന്നിട്ടില്ലല്ലോ നമുക്ക്. പടച്ചോൻ ആ പ്രയാസം നമുക്ക് നൽകിയിട്ടില്ലല്ലോ. നമുക്കൊരു ചെറിയ വീടുണ്ട്, സൗകര്യമുണ്ട്, നിങ്ങൾ കഴിയുന്നത് നിങ്ങൾ ചെയ്യിൻ, എന്നെ കൊണ്ട് പറ്റുന്നത് ഞാനും നോക്കാം, നമുക്കങ്ങനെ നമ്മുടെ കുടുംബം കൊണ്ടുപോകാം എന്ന് പറയുന്ന രൂപത്തിലേക്ക് അവരെ ചേർത്തുപിടിക്കാൻ സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ആ രൂപത്തിലേക്ക് കുടുംബത്തെ ചേർത്തുപിടിക്കണം. ഭർത്താക്കന്മാരെ അറിയണം. മരിക്കാൻ നേരത്ത് ഇന്നിം കൊണ്ടേക്കോളി എന്ന് പറഞ്ഞ് കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. ആ കരച്ചിലല്ല വേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹം കൊടുക്കാൻ, ജീവിച്ചിരിക്കുമ്പോൾ ഒന്നിച്ചു നിൽക്കാൻ, ജീവിച്ചു നിൽക്കുമ്പോൾ കൈപിടിച്ചു കൂടെ നിൽക്കാൻ, പ്രയാസങ്ങളിൽ പരീക്ഷണങ്ങളിൽ താങ്ങാകാൻ ആ ഒരു സപ്പോർട്ട് മാത്രം മതിയാകും ഏതു പ്രയാസങ്ങളിലും ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഉറച്ചു നിൽക്കാൻ. അതുകൊണ്ട് ആ രൂപത്തിലേക്ക് മാറാൻ സഹോദരിമാർക്ക് കഴിയണം. അതുപോലെ തന്നെ അങ്ങനെ കുടുംബത്തെ സൂക്ഷിച്ച് കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പുരുഷന്മാർക്ക് സാധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.